മഴ കനത്ത് പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് പ്രായാധിക്യത്തിലുള്ള സഹോദരിമാർ. വെള്ളറക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്തിയായനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്തിയായനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. രണ്ടുപേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലം പൊത്താറായ സ്ഥിതിയിലാണുള്ളത്. അടുക്കള പൊട്ടി, പിന്നെ കിഴക്കേ ഭാഗം ആ സൈഡ് റൂം പൊട്ടി, അവിടെ ഓടൊക്കെ വീണു. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി. മേൽപ്പുരൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ വീണു. എന്നിട്ട് ഞങ്ങൾ ടാർപ്പായ കെട്ടി 10 കൊല്ലമായില്ലേ രമണി ഭരിച്ചു തുടങ്ങി. ഞാൻ നവകേരളയിൽ എഴുതി കൊടുത്തു, പിന്നെ ലൈഫിൽ എഴുതി കൊടുത്തു, ഒന്നും കിട്ടിയില്ലേക്ക്. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ല. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരങ്ങളും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വാർഡ് മെമ്പർ രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. എന്റെ വീട് വീണെന്ന് രമണിയോട് വിളിച്ചു പറഞ്ഞപ്പോ രമണി ഞാൻ ആശ്രയയില് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ആശ്രയയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ആശ്രയയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് ഇതേവരെ അവള് വന്ന് നോക്കിയിട്ടുമില്ല, പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. വീട് കാണാതെയും അവസ്ഥകൾ മനസ്സിലാക്കാതെയുമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. 2 ആള്, ചേച്ചി ഞാനും മാത്രമേ ഉള്ളൂ. 3 ആള് താമസിച്ചിരുന്നതിൽ ഒരു ചേച്ചി മരിച്ചുപോയി. ഇനിയിപ്പോ ഞങ്ങൾ 2 എണ്ണം ഉണ്ട്.